ഇതാവുന്ന നോക്കുമോ എന്താണ് എസ് കെ വെലോസിറ്റി എന്ന് മനസ്സിലാക്കണം. ചില ഒരു ഭൂമിന്റെ പുറത്തേക്ക് പോകാനല്ലേ ഒരു വെലോസിറ്റിയാണ് എസ് കെ വെലോസിറ്റി. നമ്മളെ സ്പേസിലേക്ക് പോകാനുള്ള റോക്കറ്റും അതെല്ലാം ഇതാണ് യൂസ് ചെയ്യുന്നത്. സംഭവം അതിന്റെ എസ് കെ വെലോസിറ്റി എല്ലാവർക്കും സെയിം ആയിരിക്കും. സോ നമുക്ക് പോവാം. അതിന് നമുക്ക് മനസ്സിലാക്കുന്ന കാര്യമുണ്ട്. എസ് കെ വെലോസിറ്റി ഓഫ് എർത്ത് വെച്ചാൽ 11.2 km/s. ഇതൊരു ഇമ്പോർട്ടൻറ്റ് സംഭവമാണ്. അത് എസ് കെ വെലോസിറ്റി ഓഫ് മൂന്ന് അതും കൂടി പഠിക്കണം. അത് വെച്ചാൽ 2.3 km/s. ഇത് എക്സാം ചോദിച്ചിന് ഒരു ക്രിസ്മസ് എക്സാം ഈ സെയിം സമയം ചോദിച്ചത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. ഇത് ബൈഹാർട്ട് ആക്കി വെക്കാൻ തന്നെ വേണം. അത് നമുക്ക് നേരെ പോവാം. പക്ഷെ നമുക്കറിയാം വർക്ക് ഡൺ ഇൻ ടേക്കിംഗ് ബോഡി ടു ഇൻഫീറ്റ് ഫ്രം ദ സർഫസ് ഓഫ് എർത്ത്. ചില ഒരു എർത്തിന്റെ പുറത്തേക്ക് എടുക്കുന്ന വെലോസിറ്റിനെ നമ്മൾ എടുക്കുന്നത് വർക്കിന് W=GMM/R ആയിട്ട് നമ്മൾ എടുക്കുന്നത്. നമുക്കറിയാം നമ്മൾ എസ് കെ വെലോസിറ്റി കൈനറ്റിക് എനർജി ഒരു പങ്കുണ്ട്. ചില കൈനറ്റിക് എനർജി = വർക്കാണ്. അപ്പോൾ എന്താവും കൈനറ്റിക് എനർജി ഇക്വേഷൻ ½ ആണ് ശരിക്കും ഇക്വേഷൻ. പക്ഷെ നമ്മൾ എസ് കെ വെലോസിറ്റിനെ കാണിക്കാൻ വേണ്ടി വെലോസിറ്റി ഒരു ഇയും കൂടി ഇടും. ഇതാണ് കൈനറ്റിക് എനർജി വർക്കിന് നമ്മൾ ഈ ഇക്വേഷൻ യൂസ് ചെയ്യണം. GMM/R ഈ ഇക്വേഷൻ യൂസ് ചെയ്യണം. ഇക്വേഷൻ നമ്പർ 1 ആണ്. നമുക്ക് കോമൺ ആയി എം ഉണ്ട്. എം ക്യാൻസൽ ചെയ്യാം. അപ്പോൾ നമ്മുടെ VE² എഴുതും. VE² നമ്മൾ യൂസ് ചെയ്യും. അപ്പോൾ എന്താകും നമ്മൾ ഈ 2 ഡയറക്റ്റ് ഇങ്ങോട്ടേക്ക് വരും. അപ്പോൾ എന്താവും 2GM/R ആവും. എം ആട്ടോ M/R ആവും. അപ്പോൾ നമുക്ക് എല്ലാവർക്കും പറയാം ഈ സ്ക്വയർ കട്ട് ചെയ്താൽ V² കട്ട് ചെയ്താൽ √2GM/R ആവും. സെക്ഷൻ എടുക്കാം. ഓക്കെ, √GM/R. അപ്പോൾ നമുക്ക് ഇവിടെ അറിയേണ്ട സംഭവം ഉണ്ട്. ഇവിടെ നമുക്കറിയാം G=GM/R². നമുക്ക് എല്ലാവരും R ആണ് നമുക്ക് ഇവിടെ അറിയാം അല്ലെ. GM/R² ആണ് വിചാരിക്കും. അതെ, GM/R². അപ്പോൾ നമുക്ക് ഇവിടെ മനസ്സിലാണെന്ന് വെച്ചാൽ ഈ GM നമുക്ക് GR² ആയിട്ട് എടുക്കാനാവും. GR² എടുക്കാനാവും. അതാണ് നമ്മുടെ വരുന്ന ചേഞ്ച് വെച്ചാൽ VE=2 ഈ GM മാറ്റി GR²/R റൂട്ട്. അപ്പോൾ നമ്മൾ എന്താവും ഈ R ക്യാൻസൽ ആവും, ഈ 2 ക്യാൻസൽ ആവും. അപ്പോൾ VE=2GR എന്നൊരു മനോഹരമായ ഇക്വേഷൻ നമുക്ക് കിട്ടും.